ഇന്ന് ഞാൻ വന്നിട്ടുള്ളത് ഒരു ചിക്കൻ മക്രോണിൻ്റെ റെസിപ്പി ആയിട്ടാണ്. അപ്പോൾ ഇതെങ്ങനെ ഉണ്ടാക്കിയെടുക്കാമെന്ന് നോക്കാം. ഒരു പാൻ അടുപ്പത്ത് വെച്ച് കൊടുത്ത് അതിലേക്ക് 2 ടീസ്പൂൺ ഓയിൽ ഒഴിച്ചു കൊടുക്കാം. ഇനി അതിലേക്ക് ചിക്കൻ ചെറിയ കഷ്ണങ്ങളാക്കിയത് ഇട്ട് കൊടുക്കാം. ഇനി അതിലേക്ക് ഒരു 1/4 ടീസ്പൂൺ ഉപ്പും ചേർത്ത് നല്ലപോലെ ഒന്നുകൂടെ മിക്സ് ആക്കിയിട്ട് ഒരു 1/4 ടീസ്പൂണ് കുരുമുളക് പൊടിയും കൂടെ ചേർത്ത് കൊടുക്കാം. ഇനി അതും കൂടെ നല്ലപോലെ മിക്സ് ആക്കിയിട്ട് തീ വളരെ കുറച്ച് വേണം വെക്കാനായിട്ട്. ഇനി അതിലേക്ക് ചിക്കൻ മസാല ഒരു 1/4 ടീസ്പൂണും കാശ്മീരി മുളക് പൊടി 1/2 ടീസ്പൂണും ചേർത്ത് ഒന്ന് മിക്സ് ആക്കിയിട്ട് ഒന്ന് അടച്ച് വെച്ചിട്ട് ചെറിയ തീയിലൊന്ന് ഇത് പൊരിച്ചെടുക്കണം. ചിക്കന് നല്ലപോലെ വെന്തിട്ടുണ്ട് കേട്ടോ. ഇനി അതൊന്ന് പാനിൽ നിന്ന് മാറ്റി കൊടുത്തിട്ട് അതേ പാനിലേക്ക് തന്നെ 2 സ്പൂണ് വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുത്തിട്ട് അതിലേക്ക് 2 വലിയ ഉള്ളി കട്ടാക്കിയത് ഇട്ട് കൊടുക്കണം. എന്നിട്ട് അതൊന്ന് നല്ലപോലെ വഴറ്റിയെടുക്കാം. ഇതൊന്ന് വഴന്ന് കിട്ടാനായിട്ട് ഇതിലേക്ക് 1/4 ടീസ്പൂൺ ഉപ്പും കൂടി ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം. എന്നിട്ട് നല്ലപോലെ വഴറ്റിയെടുക്കണം. ഇനിയിപ്പോൾ അതിലേക്ക് ഇഞ്ചി വെളുത്തുള്ളി ചതച്ചത് 1 ടീസ്പൂൺ ചേർത്ത് നല്ലപോലെ ഒന്നുകൂടി വഴറ്റി കൊടുക്കാം. ഇനി അതിലേക്ക് ടൊമാറ്റോ സോസാണ് ഞാൻ ചേർത്തിട്ടുള്ളത്. ഒരു 1.5 ടീസ്പൂൺ ടൊമാറ്റോ സോസ് ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം. ഇനി ടൊമാറ്റോ സോസ് ഇല്ലെങ്കിൽ തക്കാളി ചെറുതാക്കി കട്ടാക്കി കൊടുത്താലും മതി, അല്ലെങ്കിൽ തക്കാളി ഒന്ന് മിക്സിയിലടിച്ച് ഒഴിച്ചു കൊടുത്താലും മതി. ഇനിയിപ്പോൾ അതിലേക്ക് 1/4 ടീസ്പൂണ് കാശ്മീരി മുളക് പൊടി, 1/4 ടീസ്പൂണ് മഞ്ഞൾപ്പൊടിയും കുറച്ച് വെള്ളവും ചേർത്ത് നല്ലപോലെ ഒന്നും കൂടി വഴറ്റിയെടുക്കണം കേട്ടോ. അപ്പോൾ നമ്മളെ ഈ മസാല ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇനി വെള്ളം നല്ലപോലെ തിളച്ച ശേഷം അതിലേക്ക് മാക്രോണി ഇട്ട് കൊടുക്കാം. ഒരു നുള്ളു ഉപ്പും കൂടെ ചേർത്ത് കൊടുക്കണം കേട്ടോ. എന്നിട്ടിത് നല്ലപോലെ വേവിച്ചെടുക്കാം. ഇനിയിപ്പോൾ ഒരു പാൻ അടുപ്പത്ത് വെച്ച് അതിലേക്കൊരു ചെറിയ കഷ്ണം ബട്ടർ ഇട്ട് കൊടുക്കാം. ഇനി അതൊന്ന് മെൽറ്റായ ശേഷം ഞാനിവിടെ വൈറ്റ് സോസ് റെഡിയാക്കിയിട്ടുണ്ടായിരുന്നു. അത് ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കുന്നുണ്ട്. അപ്പോൾ ഈ വൈറ്റ് സോസ് എങ്ങനെയാണ് ഉണ്ടാക്കുക എന്ന് വെച്ചാൽ ബട്ടർ 1 ടീസ്പൂൺ മെൽറ്റാക്കിയിട്ട് അതിലേക്ക് 1 ടീസ്പൂണ് മൈദയും ചേർത്ത് ഒന്ന് മിക്സ് ആക്കി കൊടുത്ത് അതിലേക്ക് പാൽ ഒഴിച്ചു കൊടുക്കണം. എന്നിട്ട് അതൊന്ന് തിക്കായി വരുമ്പോൾ അതിലേക്ക് ഉണക്കമുളക് പൊടിച്ചതും ഒറിഗാനോ ഉള്ളവർ അതും ഇടാം. പിന്നെ അതുപോലെ ചീസൊക്കെ ഇട്ട് കൊടുക്കാം. അതൊന്നും ഇല്ലാത്തവർ ഇതുപോലെ പാലൊഴിച്ചു കൊടുത്ത് ഒന്ന് തിക്കാക്കി ഉണക്കമുളക് പൊടിച്ചതും 1 നുള്ളു ഉപ്പും ചേർത്താൽ മതി. അപ്പോൾ വൈറ്റ് സോസ് റെഡിയാവും. അപ്പോൾ ഞാനിവിടെ മക്രോണി ഇട്ട് അതൊന്ന് നല്ലപോലെ ഒന്ന് മിക്സാക്കി കൊടുത്തിട്ടുണ്ട്. അതിലേക്ക് മസാല ഇട്ട ശേഷം അതൊന്ന് നല്ലപോലെ മിക്സാക്കി കൊടുക്കാം. ഇനിയിപ്പോൾ അത് നല്ലപോലെ മിക്സായ ശേഷം അതിലേക്ക് ഒരു സൈഡ് ചീസ് ഞാൻ ഇട്ട് കൊടുത്തിട്ടുണ്ട്. ചീസ് ഇല്ലെങ്കിലും ഇത് ടേസ്റ്റ് തന്നെയാണ് കേട്ടോ. ചീസ് ഇട്ട് കുറച്ച് വെള്ളം ഒഴിച്ചിട്ട് ഇതൊന്ന് ഒന്നും കൂടി നല്ല മിക്സാക്കി കൊടുക്കാം. എൻ്റെ വീഡിയോ കാണുന്ന എല്ലാവരും ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനൊന്നും മറക്കല്ലേ. അപ്പോൾ എല്ലാവരും ഇതൊന്ന് ഉണ്ടാക്കി നോക്കി അഭിപ്രായം അറിയിക്കണം. ഇതിലേക്ക് ചിക്കന് ഫ്രൈ ചെയ്തത് ഇട്ട് നല്ലപോലെ ഒന്ന് മിക്സാക്കി കൊടുക്കാം. അത്രേ ഉള്ളൂ, നമ്മളെ മാക്രോണി റെഡി ആയിട്ടുണ്ട്.